സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിനായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയെ തകർക്കുന്ന നിലപാടാണ് യുഡിഎഫിന്റേതെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ചന്ദ്രൻ ആരോപിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് നേരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിമർശനം. ഐസൊലേഷൻ വാർഡിന്റെ കരാർ എടുത്തത് യുഡിഎഫ് നേതൃത്വത്തിലുള്ള തൃശൂർ ലേബർ സൊസൈറ്റിയാണ്. ഐസൊലേഷൻ പ്രവൃത്തിയിൽ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഐസൊലേഷൻ വാർഡുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികൾക്കെതിരെ നിരന്തര സമരം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായി വരുന്ന സൗജന്യ സേവനങ്ങളിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടന്ന സമരവുമെന്ന് കെ.എം. ചന്ദ്രൻ ആരോപിച്ചു. സർക്കാർ ആസ്പത്രി ഇതിൻ്റെ പ്രവർത്തനം ദുർബലമാണ് എന്ന് വരുത്തി തീർത്ത് പാവപ്പെട്ട ആളുകളെ പ്രൈവറ്റ് ആസ്പത്രികളിലേക്ക് ചികിത്സയ്ക്ക് അബന്ധാടേണ്ട ഒരവസ്ഥയാണ് ഇത്തരം സമരങ്ങൾ വഴി തീർക്കപ്പെടുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് ഈ നിർമ്മാണത്തിലുണ്ടായ അപാകതയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും നിർമ്മാണ പ്രവൃത്തിയിൽ വന്ന അപാകത കരാറുകാരിൽ നിന്ന് ഈടാക്കി ആസ്പത്രിയുടെ പണികൾ തീർത്ത് ബ്ലോക്ക് പഞ്ചായത്തിനെ ഏൽപ്പിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്.